ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോകഹിതം മമ കരണീയം എന്ന സത്സംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സത്സംഗം നയിക്കുന്നത് പ്രശസ്തനായ ആയുർവേദ ഡോക്ടറും വാഗ്മിയും ഭാഗവതാചാര്യനുമായ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയാണ്. നമുക്ക് എവർക്കും സുപരിചിതനായ അദ്ദേഹത്തെ ഹാർദമായി നമ്മുടെ ഈ സത്സംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹരി ഓം. ശംഖം ചക്രം ജളൂകാം ദധതമമൃതകുംഭം ജദോർഭിശ്ചതുർഭിഃ സൂക്ഷ്മസ്വച്ഛാഭിഹൃദ്യം ശുകപരിവിലസൻ മൗലിമംഭോജനേത്രം കാളാംഭോദോജ്വലാംഗം കടിതടവിലസച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിം തം നിഖിലഗദവന പ്രൗഢദാവാഗ്നിലീലം അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ വാഗ്ഭടാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാഗാദിരോഗാൻ സതതാനുഷക്താനശേഷകായ പ്രസതാനശേഷാൻ ഔത്സുക്യമോഹാരദിതാൻ ജഘാന യോ വോ വൈദ്യായ നമോസ്തു തസ്മൈ. ഹൃദയമിവ ഹൃദയമേതത് സർവായുർവേദവാങ്മയപയോധേ കൃത്വാ യച്ഛത് ശുഭമാപ്തം ശുഭമസ്തു പരം തതോ ജഗത. കരുണാംബുദ സുന്ദര തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാസേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാപ്തിം ഹരമാരുതാലയേശ. വംശീ വിഭൂഷിതകരാൻ നവനീരദാഭാൻ പീതാംബരാദരുണബിംബഫലാധരോഷ്ടാ പൂർണ്ണേന്ദു സുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇന്ന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സച്ചരിതകൾക്കും സച്ചരിതന്മാർക്കും വിനയത്തിന്റെ ഭാഷയിൽ നമസ്കാരം അറിയിക്കട്ടെ. ഇന്നത്തെ വിഷയം പബ്ലിഷ് ചെയ്തിരുന്നത് ചെടികളോട് പൂക്കളോട് നമുക്ക് ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. വിഷയം ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ പ്രകൃതി, മാതാവ്, അമ്മ, പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഈ പ്രകൃതിയെ നമ്മളുടെ സംസ്കാരത്തിൽ, സനാതന സംസ്കാരത്തിൽ എത്രയോ മഹാന്മാർ വാഴ്ത്തി പാടിയിരിക്കുന്നു. അവരൊക്കെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം അത് വരും തലമുറയ്ക്ക് അത് പഠിപ്പിക്കേണ്ടതുണ്ട്.
എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രകൃതിയെ സ്നേഹിക്കുക, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അബദ്ധവും, പ്രൊട്ടക്ട് നേച്ചർ എന്നാണ് സാധാരണ പറയുക. ധാരാളം രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ച് കേട്ടിരിക്കുന്നത് പ്രൊട്ടക്ട് നേച്ചർ എന്നാണ്. അമ്മയെ പ്രൊട്ടക്ട് ചെയ്യൊന്നും വേണ്ട, അമ്മയ്ക്കറിയാം സ്വയം പ്രൊട്ടക്ടറായിട്ടിരിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ അഹങ്കാരം, നമ്മളുടെ എന്താ പറയേണ്ടത്, എല്ലാം ചെയ്തെടുക്കാമെന്നുള്ള ഒരു തോന്നലാണ് ശരിക്കും ഈ പ്രൊട്ടക്ട് നേച്ചർ എന്നുള്ള വാക്ക് തന്നെ ഉത്ഭവം. സ്നേഹിക്കുക, അത് തന്നെയാണ്, അമ്മയെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് അതിലെ യഥാർത്ഥ വാക്ക്. സ്വാഭാവികമായും അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ താപത്രയങ്ങളും സൂചിപ്പിച്ചതുപോലെ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ വേറൊന്നും വേണ്ട, വേറൊന്നും വേണ്ട. ആ അഞ്ചക്ഷരമായിട്ട്, എന്നാലും അത് അനുഷ്ഠുപ് ശ്ലോകമായിട്ട് മാറ്റാൻ വേണമെങ്കിൽ, അപ്പം വേറൊന്നും വേണ്ടാന്നർത്ഥം. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവും ആധ്യാത്മികവുമായ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും സമഗ്രമായ ഒരു സമാധാനം ഈ സമീപനത്തിൽ കൂടി, പ്രകൃതിയെ സ്നേഹിക്കുക എന്ന സമീപനത്തിലൂടെ നമുക്ക് സാധിക്കും. സ്നേഹിച്ചു തുടങ്ങിയാൽ നമുക്ക് പിന്നെ അപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിഷയം അപേക്ഷയാണല്ലോ. ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ എന്നൊക്കെ ഒരു കവിതയിൽ കേട്ടിട്ടുണ്ടല്ലോ. അപേക്ഷയുള്ളോ ഒരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ. അപ്പൊ നമുക്ക് അപേക്ഷിക്കാം. ആ അപേക്ഷ ഒരു സമർപ്പണം കൂടെയാണല്ലോ, സമർപ്പണത്തിന്റെ ഒരു ഭാവമായിട്ടാണല്ലോ അത് ശരിക്കും ഉണ്ടാവേണ്ടത്. അപ്പം പ്രാർത്ഥനയും അത് തന്നെ. ഇപ്പൊ പ്രകൃതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഈ പ്രകൃതി എന്ന് ചോദിച്ചാൽ, നമ്മൾ ചുറ്റും കാണുന്നത് തന്നെ എന്താ, അത് ദർഭയോടാവട്ടെ, ഒരു തൊട്ടാവാടിയോടാവട്ടെ, ഒരു തുമ്പയോടാവട്ടെ, ഒരു തുളസിയോടാവട്ടെ, ഒരു ബ്രഹ്മിയോടാവട്ടെ, ഒരു പനിക്കുർക്കിലയോടാവട്ടെ, പൂവാങ്കുരുന്നലയോടാവട്ടെ, നിലപ്പനയോടാവട്ടെ, മുയൽച്ചവിയനോടാവട്ടെ, കറുകയോടാവട്ടെ, മുക്കുറ്റിയോടാവട്ടെ, വള്ളിയുഴിഞ്ഞോടാവട്ടെ, തിരുതാളിയോടാവട്ടെ, വിഷ്ണുക്രാന്തിയോടാവട്ടെ, കയ്യൂന്നിയോടാവട്ടെ, ചെറുപുഴയോടാവട്ടെ, എന്തിന് കേരളത്തിന്റെ കൽപ്പവൃക്ഷം നാളികേരത്തിനോടാവട്ടെ, അല്ലെങ്കിൽ തെങ്ങിനോടാവട്ടെ, വൃക്ഷങ്ങളോടാവട്ടെ, പക്ഷിലതാദികളോടാവട്ടെ, എത്ര 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 വിഭവങ്ങളാണ്, പ്രകൃതി വിഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര സെമിനാറുകളും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് പോവാറുണ്ട്. എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. ഒന്ന്. രണ്ട്, കയ്യിലെണ്ണാവുന്ന വൃക്ഷങ്ങൾ മാത്രം ആണ് അവിടുത്തെ പ്രകൃതി വിഭവം. 6 മാസം എങ്കിലും ഈ പ്രകൃതി ഉറങ്ങിക്കിടക്കും. പ്രത്യേകിച്ച് ഒരു വൈവിധ്യമൊന്നും പ്രകൃതിക്ക് കാണാൻ അവിടെ നമുക്ക് സാധിക്കില്ല. അങ്ങനെ വൈവിധ്യം കണ്ടു തുടങ്ങിയാലോ ഇറ്റ്സ് ടു ഫാസ്റ്റ്. വളരെ 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 ഫാസ്റ്റാണ്. സമ്മർ തീരുന്നു, അതിനിടയ്ക്ക് പിന്നെ വിന്റർ വരുന്നു, അതിനിടയ്ക്ക് പിന്നെ ഓട്ടം വരുന്നു. ചെടികളും മരങ്ങളും ഒക്കെ പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ എത്ര ഫാസ്റ്റാണ്. എന്നാൽ 12 മാസവും എത്ര മനോഹരമായിട്ട്, എത്ര താളാത്മകമായിട്ടാണ്, എത്ര സാവധാനത്തിൽ, എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പ്രകൃതി. ഭാരതത്തിലെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ആ ഒരു പ്രകൃതി സൗന്ദര്യം, അത് നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മളുടെ മുമ്പിൽ ഇതെന്ന് നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്കിതിനെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്.
ഞാൻ പറയാറുണ്ട്, ഈ അപ്രീഷിയേറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭക്തിയുടെ ഒരു പരമോന്നത കാഷ്ഠയില്, അല്ലെങ്കിൽ പരമോന്നതമായ നിലയില് അക്സെപ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ്, നമുക്കെല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നമുക്ക് അഭിനന്ദിക്കാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും അഭിനന്ദിക്കാൻ പറ്റണം. പെട്ടെന്ന് ഈ അഭിനന്ദനം എന്ന് പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പരമേശ്വരനായിട്ട് ചുമ്മാ ഒന്ന് സമ്മതിച്ചപ്പോ ഒരു ശ്ലോകം മനസ്സിൽ ഓർമ്മ വന്നു. മനസി വചസി കായേ പുണ്യപീയൂഷപൂർണാസ്ത്രിഭുവനമുപകാര ശ്രേണിഭി പ്രീണയന്ത പരഗുണ പരമാണു പർവതീകൃത്യ നിത്യം നിജഹൃതി വികസന്ത സന്ധി സന്ദഹ്യന്ത. മനസി വചസി കായേ, അപ്പൊ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പൂർണ്ണന്മാരായി നിൽക്കുന്ന എത്രയോ സജ്ജനങ്ങള് നമ്മുടെ മുമ്പിലുണ്ട്. അവര് എത്രയോ പുണ്യകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി. ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവും നമുക്ക് വേണ്ടി എന്തുമാത്രം സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസി വചസി കായേ പുണ്യപീയൂഷപൂർണ ത്രിഭുവനമുപകാര ശ്രേണിഭി പ്രീണയന്ത പരഗുണ പരമാണുൻ പർവതീകൃത്യ നിത്യം. അവരെന്താ ചെയ്യുന്നത്? ഈ പരഗുണ പരമാണുൻ പർവതീകൃത്യ നിത്യം നിജഹൃതി വികസന്ത സന്ധി സന്ദഹ്യന്ത. മറ്റുള്ളവരുടെ നന്മകളെ എത്ര ചെറുതാവട്ടെ, ആ ഒരു നന്മ നമ്മൾ ചെറുതായിട്ട് നമ്മൾ കാണുന്നു. ചിലർക്ക് അത് ഹിമാലയം പോലെ വലുതായിരിക്കും. നമുക്ക് ചെറുതും വേറൊരാൾക്ക് വളരെ വലുതുമാണ് ആവാം. നമുക്ക് വലുതൊക്കെ ചിലർക്ക് അത്ര തന്നെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മഹാന്മാരെന്താ ചെയ്യുക? അവര് മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അത് പർവതീകൃത്യ തന്നെ വേണം. കാരണം നമുക്കറിയില്ല ഇത് ചെറുതാണോ വലുതാണോ എന്ന്. അപ്പം ഒരു പുഞ്ചിരി തൂകിയാൽ അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. നമ്മൾക്ക് ഏറ്റവും വലിയ പിശുക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ അഭിനന്ദിക്കാനാണ്. നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമുക്ക് വേറൊരാളെ അഭിനന്ദിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ മറിച്ച് ആണേനും വേറൊരാളെ കുറ്റം പറയാനോ എന്തൊരു വാസനയാണ് നമുക്ക്, എന്തൊരു താല്പര്യമാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ ഒത്തുകൂടിയിരുന്ന് ഒന്ന് നൊസ് പറയുക എന്ന് പറയുമല്ലോ. അപ്പോൾ അത് വളരെ സന്തോഷമാണ് നമുക്കത് നമ്മൾ അങ്ങനെ ആനന്ദിക്കും. സമയം പോണത് അറിയില്ല. അതേസമയം അഭിനന്ദിക്കാൻ നമുക്ക് അത്ര തന്നെ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളുന്നില്ല. പരസ്വഭാവ കർമാണി ന പ്രശംസേൽ ന ഗർഹയേ. മറ്റുള്ളവരുടെ സ്വഭാവത്തിലോട്ട് കടന്ന് സംസാരിക്കരുത് എന്ന് ഭാഗവതം ഏകാദശ സ്കന്ധത്തിന്റെ അവസാനം ഒരു അധ്യായം തുടങ്ങുന്നത് 29 തോന്നുന്നു. തുടങ്ങുന്നത് 28 29 തുടങ്ങുന്നത് പരസ്വഭാവ കർമാണി ന പ്രശംസ എന്ന ഗർഹയേ. അപ്പം മറ്റുള്ളവരുടെ സ്വഭാവത്തെ വിമർശിക്കാനൊക്കെയാണ് നമ്മളുടെ താല്പര്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹിംസ. എൻ്റെ ഗുരുനാഥൻ പറയും, വാട്ട് ഈസ് അഹിംസ? അപ്പൊ ഈ അഹിംസ എന്താണ് ശരിക്കും? അഹിംസ എന്ന് പറയുന്നത് നോൺ ഇന്റർഫിയറൻസ് ആണ്. ആരാന്റെ കാര്യത്തില് ഇടപെടാതിരിക്കുക, ആരാന്റെ കാര്യത്തില് മറ്റുള്ളവരുടെ കാര്യത്തില് ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ ഇടയിൽ കുടുങ്ങുക. കഴിഞ്ഞ പറഞ്ഞ പോലെ ഇടപെട്ടിട്ട് ഇടയിൽ കുടുങ്ങുക. ഈ ഇടപെട്ടിട്ട് ഇടയിൽ കുടുങ്ങാതിരിക്കണം. കമ്മിങ് ബാക്ക് ടു നമ്മളുടെ പ്രകൃതി. ഇപ്പൊ പ്രകൃതിയിൽ കാണുന്നതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും, പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ നമ്മളുടെ പാരാവാരം കരേറി കരകൾ മുഴുവനും മൂടാത്തതെന്തോ, താരാജാലങ്ങൾ തമ്മിൽ സ്വയമുരസി മറിഞ്ഞത്ര വീഴാത്തതെന്തോ.
നേരാരാഞ്ഞു നോക്കിയിടുക മതമിയലും മർത്യരെ. നിങ്ങളെന്നാൽ ആരാൽ കണ്ടെത്തും എല്ലാറ്റിനും പരിവിളങ്ങുന്ന വിശ്വേശരൂപം. പാരാവാരം കരേറി നമ്മളുടെ ഈ ഇതൊക്കെ നശിപ്പിച്ച് കേരളത്തിലൊക്കെ ഇരിക്കുന്നവരുടെ ഗുജറാത്തിലൊക്കെ എന്ന് പറയാം, എല്ലാവരും ഈ പാരാവാരത്തിന്റെ ഉള്ളിലാണ് എല്ലാവരും. അതെ, ഈ പാരാവാരത്തിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ നട്ടം തിരിയുമ്പോ അത് നമ്മളെ വന്ന് മുക്കി മൂടാൻ എത്ര നിമിഷം വേണം അല്ലേ? താരാചാരങ്ങൾ തമ്മിൽ സ്വയമുരസി മറിഞ്ഞ് അത്ര വീഴാൻ എത്ര നിമിഷം വേണം? ഇതൊന്നും മതമിയലും മർത്യര് നമ്മുടെ ഈ അഹങ്കാരത്തില് ഒന്നും സംഭവിക്കില്ല. നമുക്കൊന്നും സംഭവിക്കില്ല. ഇപ്പൊ കൊറോണയുടെ കാര്യം അങ്ങനെയാണല്ലോ, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമ്മൾ പ്രശ്നമായി. അപ്പം വള്ളത്തോള് പറഞ്ഞ പോലെ ദാരിദ്ര്യം പ്രാജ്ഞനേകുന്നിതു പശുസമനോ സർവസമ്പത് സമർത്ഥൻ പോരിൽ തോൽക്കുന്നു ശൂരൻ ജയമൊരു ഭയശീലന്നു കൈവന്നിടും ഭൂരിക്ലേശം ബലാഢ്യനനുഭവം അബലനെപ്പോഴും സൗഖ്യമത്രേ പാരിൽ ശ്രീയോഗമായേ അവ കളികളിലെ സാരം എന്താരറിഞ്ഞു ദാരിദ്ര്യം പ്രാജ്ഞനേകും. അപ്പൊ പ്രാജ്ഞന് ചിലപ്പോ ദാരിദ്ര്യമൊക്കെ വന്നിരിക്കാം. ആ ദാരിദ്ര്യം അയാളെ ബാധിക്കൂല. ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കാര്യം പറഞ്ഞ പോലെ രോഗം അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ തൊണ്ടയ്ക്ക് ക്യാൻസറോ എന്തായിക്കോട്ടെ. ഇപ്പൊ ദാരിദ്ര്യം പ്രാജ്ഞനേകുന്നു പശുസമനോ സർവസമ്പത് സമർത്ഥൻ. അത്രയൊന്നും കേവനായിട്ട് നമുക്ക് തോന്നുന്നില്ല എങ്കിലും അയാൾ പക്ഷെ സർവസമ്പത് സമർത്ഥൻ പോരിൽ തോൽക്കുന്നു ശൂരൻ. എത്ര ശൂരനായിക്കൊള്ളട്ടെ, ജീവിതത്തില് തോക്കുന്ന കാണാൻ പറ്റും. ജയമൊരു ഭയശീലന്നു കൈവന്നിടുന്നു. ഇവിടുത്തെ ഭയം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഭയക്കണം എന്നല്ല, ഫിയർ വേണം എന്നല്ല, ഫിയർ വേണ്ടിട്ട് ഒന്നും പ്രവർത്തിക്കാണ്ടിരിക്കുന്നു ഒന്നുമല്ല. പക്ഷെ എന്താണ്, നമ്മളെ എതിർക്കുന്ന ശക്തികളെ തിരിച്ചറിയലാണ്. ആ തിരിച്ചറിവാണ് ഭയത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു സാധനം. ഭയത്തിൽ നിന്ന് നിഷ്ക്രിയത്വമല്ല, ഭയത്തിൽ നിന്ന് അഭയത്തിലോട്ട് ഉള്ള ഒരു യാത്ര, അതിമനോഹരമായ ഒരു യാത്രയുണ്ട്. നിർഭയത്വമാണ് വേണ്ടത്, അഭയം ആണ് വേണ്ടത്, നിർഭയത്വമാണ് വേണ്ടത്. പക്ഷേ ഈ ഭയം നമുക്ക് എന്തു തരുന്നു? ചില ഭയങ്ങൾ നമുക്ക് എന്തു തരുന്നു? നമുക്ക് വളരെ പോസിറ്റീവ് എഫക്റ്റ് തരും. ആ ഭയം എന്താണ്? നമ്മളുടെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ ആ ഭയം സഹായിക്കും. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളായിരിക്കുന്ന നമ്മളുടെ ഷഡ്വർഗങ്ങളെ നമ്മൾ ഭയക്കണം. ഭയക്കാണ്ടിരുന്നാൽ പറ്റില്ല. ക്രോധത്തിനെ നമുക്ക് ഭയക്കണം, അസൂയയെ നമ്മൾ ഭയക്കണം. ഈ അസൂയയാണ് നമ്മളെ ചതിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് നമുക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഭയം കൊണ്ട് നമ്മൾ കരകയറുന്നത് നിർഭയത്വത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ അഭയത്തിലോട്ടാണ് എന്ന് നമ്മൾ ഉള്ള തിരിച്ചറിവാണ് ഇതിൽ വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ജയമൊരു ഭയശീലന്നു കൈവന്നിടുന്നു ഭൂരിക്ലേശം ബലാഢ്യൻ അനുഭവം അബലനെപ്പോഴും സൗഖ്യമത്രേ. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. പാരിൽ ശ്രീയോഗമായേ, പ്രകൃതിയെ വിളിക്കുകയാണ്. യോഗമായേ തവ കളികളിലെ സാരം എന്താറിഞ്ഞു. ഈ കളി കളിക്കാൻ ഞാൻ എന്നോ ചേർന്നു മായേ തവ കളിയോഗത്തിൽ. അപ്പൊ ഈ അമ്മയുടെ, ഈ മാതാവിന്റെ, ഈ പ്രകൃതി ദേവിയുടെ കളിയോഗത്തില്, ഈ കഥകളിക്കാരുടെയൊക്കെ ട്രൂപ്പിന് കളിയോഗം എന്നാണ് പറയുക. അപ്പം ഞാൻ എന്നോ ചേർന്നു മായേ തവ കളിയോഗത്തിൽ എന്തൊക്കെ വേഷം
മാനം കൂടാതെ കെട്ടി ശിവശിവ പദമേതക്കയോ ചൊല്ലിയാടി. എന്തൊക്കെയോ വേഷം നമ്മൾ ആ ചൊല്ലിയാടി അമ്മയുടെ പ്രകൃതി മാതാവിന്റെ കൽപ്പന പ്രകാരം നാനായാസാൽ തളർന്നേൻ. അങ്ങനെ വിവിധ ജന്മങ്ങളില് വിവിധ വേഷങ്ങളില് അഷ്ടയായിട്ടും പൂച്ചയായിട്ടും പട്ടിയായിട്ടും ആനയായിട്ടും അല്ലെ കൊതുകായിട്ടും ഒക്കെ ജനിച്ചിട്ടുണ്ടാവാം. പൂന്താനമൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പല ജന്മങ്ങൾ എടുത്ത് നമ്മൾ ഇപ്പം ഈ വേഷവും നമുക്ക് തളർന്നിരിക്കുന്നു. ഇങ്ങനെ പല വേഷങ്ങൾ കെട്ടി നമ്മൾ തളർന്നിരിക്കുന്നു. നടനരസമോടി ഖണ്ഡവും കൂടിയാടിപ്പാൻ ഓർക്കല്ലേ ശിവേ തക്കിട തകിത നിർത്തിമേ നൃത്തമെല്ലാം എന്നൊരു കവി പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പല വേഷങ്ങൾ കെട്ടി നമ്മൾ ഇതിലോട്ട് എത്തിയിരിക്കുന്നു. ഇന്നത്തെ വിഷയം പ്രകൃതി. ഈ പ്രകൃതി മാതാവിനെ നമുക്ക് എന്തൊക്കെ പോയിട്ട് അപേക്ഷിക്കാം? നമുക്ക് ഈ ചെടികളോടും പുല്ലുകളോടും പുഴുക്കളോടും ഒക്കെ നമുക്ക് എന്താണ് അപേക്ഷിക്കാനുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രകൃതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ശരിക്കും ഇന്നത്തെ ഈ പൂക്കളോടും ചെടികളോടും നമുക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനപ്പെട്ട ഒരു കാര്യം, അതായത് ഫിലോസഫി, ദർശനം, ആ തത്വം നമുക്ക് മനസ്സിലാക്കണം. ഈ പ്രകൃതി ആരാണ് ശരിക്കും എന്ന് ചോദിച്ചാൽ വേദം. ഈ വേദങ്ങളൊക്കെ തന്നെ ഋഗ്യജു സാമ അഥർവാദികളായിരിക്കുന്ന വേദങ്ങളൊക്കെ തന്നെ നിന്നുടെ ശാസനക്കുറി. അപ്പം വേദങ്ങള് ഭഗവതിയുടെ ദേവിയുടെ ശാസനക്കുറിയാണ്. വേദം നിന്നുടെ ശാസനക്കുറി. ആ വേദത്തിൽ എന്തുണ്ട്? ഈ ചെടികളെ പറ്റിയൊക്കെ ഉണ്ട്. വേദത്തിൽ പറയും എന്താ? നകുലോ വേദ ഭേഷജം. ഋഗ്വേദത്തില് ഒരു മന്ത്രമുണ്ട്, നകുലോ വേദ ഭേഷജം. അപ്പം കീരിക്കറിയാം മരുന്ന്. ഇപ്പൊ ഋഷി ഇങ്ങനെ ആശ്രമത്തിൽ ഇരിക്കുമ്പോ ഒരു 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 ജന്തു വന്ന് ഒരു കീരി ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗമാവട്ടെ വന്നിങ്ങനെ ഒരു പുല്ല് തിന്നുന്ന കണ്ടു. അത് ശ്രദ്ധിച്ചു. അപ്പം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ജന്തു, ഈ ഒരു പ്രാണി വയറിളകി കിടക്കുന്നു കണ്ടു എന്ന് വിചാരിക്കുക. അപ്പം വയറിളകി ക്ഷീണിച്ചൊരു കീരി കിടക്കുന്നു. ഈ കീരിയെ കുറച്ചു ദിവസം ഒബ്സർവ് ചെയ്തപ്പം ക്ഷീണിച്ച് കിടക്കുന്ന കീരി അത് അല്പനേരം കഴിഞ്ഞപ്പം വളരെ ബുദ്ധിമുട്ടി വന്ന് ഒരു പുല്ല് കടിച്ചു, എന്നിട്ട് പോയി കിടന്നു. പിറ്റേ ദിവസം ആയപ്പം വയറിളക്കം നിന്നു. അതിന്റെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് വേറെ സസ്യലതാദികളൊക്കെ കടിച്ചു നടക്കുന്നതുകൊണ്ട്. അപ്പം ഋഷിക്ക് മനസ്സിലായി, വിരേചനത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഡിസെൻട്രി ഉണ്ടായാൽ വിരേചനത്തിന് പ്രതിവിധിയാണ് ഈ പുല്ല് എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ഒബ്സർവേഷനിൽ കൂടി കണ്ടുപിടിച്ചു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടാവാം. ആയുർവേദത്തിലെ രസഗുണ വീര്യ വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്ന ഇത് ഉണ്ടായത് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ആര്യവേപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു സ്കിൻ ഡിസീസിനുള്ള മരുന്നാണ്. ഇത് ആര് കണ്ടുപിടിച്ചു? നീം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൻ ഹീലിങ്ങിനോ സ്കിന്നിന്റെ ഡിസീസിനോ ഉപയോഗിക്കുന്ന ഒരു മരമാണ് നിംബം. അപ്പം ആര്യവേപ്പ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ സ്വീകരിച്ച് വെക്കുന്ന ഒരു ചെടിയുമാണ്, മരവുമാണ്. അപ്പം ആര്യവേപ്പിന്റെ അതിന്റെ രസഗുണവീര്യ വിഭാഗങ്ങൾ ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുക. അതിന്റെ ബയോകെമിസ്ട്രി, ബേസിക് ബയോകെമിസ്ട്രി ഓഫ് ആയുർവേദ സ്റ്റാർട്ട്സ് ഫ്രം രസഗുണവീര്യ വിഭാഗങ്ങൾ. ആ വിഷയത്തിലോട്ട് പിന്നെ കിടക്കാം. അപ്പം ഈ ഓരോരോ ചെടികളുടെയും വേദത്തിൽ തന്നെ അതിന്റെ പ്രതിപാദ്യം ഉണ്ടെന്ന് അർത്ഥം. നിന്നുടെ ശാസനക്കുറി. അപ്പൊ ഈ പ്രകൃതിയുടെ ശാസനക്കുറിയാണ്
പ്രകൃതിയിലുള്ള വിഭവങ്ങളുടെ മഹത്വങ്ങൾ മുഴുവൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കമ്പൈലേഷനാണ് വേദം. പുരാണൗഘം ഹിതോദ്ബോധനം. അങ്ങനെ ഈ പ്രകൃതിയുടെ ഹിതോദ്ബോധനങ്ങളാണ് എന്ത്? പുരാണൗഘം. അനവധി പുരാണങ്ങൾ, അഷ്ടാദശ പുരാണങ്ങൾ, അങ്ങനെ പുരാണങ്ങളെല്ലാം തന്നെ ഹിതോദ്ബോധനമാണ്. എന്തൊക്കെ ചെയ്യണം? ഡൂസ് ആൻഡ് ഡോൺസ്, അല്ലെ? ഡൂൺസ് ആൻഡ് ഡോൺസ് ആണ് പുരാണൗഘം. സാരത്യന്തമിയെന്ന കാവ്യഗണമോ സപ്രേമ സംഭാഷണം. അപ്പം അങ്ങനെ മാത്രമായാൽ പോരാ, ഈ നോളജ് മാത്രം കിട്ടിയാൽ പോരാ, മൈൻഡും വളരെ കാമാവണം. അപ്പം മൈൻഡ് കാമാവണമെങ്കിൽ എന്ത് വേണം? സപ്രേമ സംഭാഷണം, നല്ല ഒരു സജ്ജന സംസർഗം ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെയോ വൈദഗ്ധ്യത്തികവാ ജഗത്തു മുഴുവൻ താനേവ സത്താക്കുവാൻ നാദബ്രഹ്മ നൃപാസനോപരി വിളങ്ങുന്നു മഹാറാണിയായി. അങ്ങനെ ഈ പ്രകൃതി മഹാറാണിയായിട്ട് നാദബ്രഹ്മ നൃപാസനോപരി വിളങ്ങുന്നു എന്ന് വള്ളത്തോൾ പാടിയിരിക്കുന്നു. ഇനി ഇത് ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന എങ്ങനെയാണ്? സ്വേദജം, അണ്ടജം, ഉദ്ഭിജം, ജരായു എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ക്രിയേഷൻസ് ആണ് നമ്മളുടെ ഈ പ്രകൃതിയിലുള്ളത്. സ്വേദാണ്ടോദ്ഭിജരായൂദ്ഭവ തനുപടലി. ഇപ്പൊ ശരീരങ്ങള് പലതരത്തിലാണ് ഉണ്ടായി വരുന്നത്. സ്വേദജങ്ങള്, പിന്നെ അണ്ടജങ്ങള് മുട്ട വിരിഞ്ഞിട്ട്, ഉദ്ഭിജങ്ങള് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നവ, പിന്നെ ജരായുക്കള് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കാറ്റഗറി. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ശരീരങ്ങള്, തനുപടലികൾ ഇങ്ങനെ ധാരാളം പ്രപഞ്ചത്തെ പ്രകൃതിയിൽ കാണാൻ പറ്റും. ഇവയൊക്കെ അന്യോന്യം നമുക്ക് വളരെ സഹായിക്കുന്നതുമാണ്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും, അത് പ്രോട്ടീൻ ആയിക്കോട്ടെ, അത് ഫാറ്റ് ആയിക്കോട്ടെ, അത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഗോതമ്പ് ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, എന്ത് കഴിച്ചാലും അത് ഒരു മെറ്റബോളിക് പ്രോസസ്സിൽ കൂടെ എന്തായി തീരും? ഫൈനലി എനർജി ആയിട്ട് മാറി മിച്ചം വരുന്നത് ഫാറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ചോറ് കഴിച്ചാലും കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അമിതമായിട്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. ഈ പ്രകൃതിയിലുള്ളതെല്ലാം അങ്ങനെ അല്ല. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഫാറ്റായിട്ട്. അപ്പൊ മനുഷ്യന്റെ മെറ്റബോളിസത്തിന്റെ ഒരു പ്രത്യേക രീതി. അഗ്നി വലിയൊരു സബ്ജക്റ്റാണ്. നമ്മുടെ ശരീരത്തിലെ അഗ്നി, നമ്മുടെ ശരീരത്തിലെ അഗ്നി ഇൻ സച്ച് എ വേ ദാറ്റ് ഫോം അല്ലെങ്കിൽ എക്സിസ്റ്റ് ടു കൺവേർട്ട് വാട്ട് എവർ വി ഈറ്റ് ടു കൺവേർട്ട് ഇൻ ടു ഫാറ്റ്. നമ്മുടെ ഫാറ്റ് ആയിട്ട് മാറും. പക്ഷെ പ്രകൃതിയിലുള്ള ഇപ്പൊ അരി, ഇപ്പൊ നെല്ലിന്റെ ശരീരത്തിലുള്ള അഗ്നി എങ്ങനെയായിരിക്കും? തനുവിൽ ഉണ്ടായിരിക്കുന്നത് നെല്ലിന്റെ ശരീരത്തിൽ ഉള്ള അഗ്നി. നെല്ലിന്റെ ശരീരത്തിലെ അഗ്നി അത് വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാം കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സേവ് ചെയ്യാനാണ്. അതാണ് അരിയായിട്ട് ഇങ്ങനെ സേവ് ചെയ്യും, നെല്ലായിട്ട് ഇങ്ങനെ സേവ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. അത് നമുക്ക് പലതരത്തിൽ ഉപയോഗപ്പെടുന്നു. ഇതുപോലെ ഒരു പീ പ്ലാന്റ്, ഒരു എന്താ ചെറുപയറിന്റെ ചെടിയിൽ റിച്ച് ഇൻ പ്രോട്ടീൻ. ഇപ്പൊ പ്രോട്ടീൻ ആയിട്ടാണ് അവിടെ സേവ് ചെയ്യുക. പിന്നെ വേറൊരു നാളികേരത്തിന്റെ വെള്ളത്തില് എന്തായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ആയിട്ട് ഉള്ള ഒരു സിങ്ക് അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കുറച്ച്, പിന്നെ അതിന്റെ പൾപ്പിലും ഫാറ്റും. അപ്പൊ അത് അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യം വരുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആവശ്യം വരുമ്പോൾ നമ്മൾ പട്ടിണി കിടന്നാൽ ഉപവാസം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫാറ്റ് ബേൺ ചെയ്ത് തിരിച്ച് റിവേഴ്സ് മെറ്റബോളിസം എന്ന് പറയും. ഈ റിവേഴ്സ് മെറ്റബോളിസം വഴി എനർജി ആവും. അപ്പൊ പ്രകൃതിയിലുള്ള ഓരോരോ ചെടികളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ തിരിച്ച് റിവേഴ്സ് മെറ്റബോളിസം വഴി
അല്ലെങ്കിൽ അത് മാറുന്നു. കൂടാതെ നമുക്കെന്താ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഈ മെറ്റബോളൈസ് എല്ലാം കിട്ടും. ഇപ്പൊ പ്രോട്ടീനിന് കുറെ ചെറുപയർ കഴിച്ചു, അല്ലെ? ഫാറ്റ് കിട്ടാൻ വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നാളികേരം കഴിച്ചു, അല്ലെങ്കിൽ വേറെ ഇപ്പൊ കാഷ്യൂനട്ട് ഫാറ്റ് റിച്ച് ആയിട്ട് കിട്ടി, അപ്പുറത്തെ ചെറുപയർ കഴിച്ചു, പ്രോട്ടീൻ. അപ്പം ഈ മെറ്റബോളൈറ്റ്സ് എല്ലാം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻ, അമിനോ ആസിഡ്, ട്രൈസ് എലമെന്റ്സ്, ഫാറ്റ് എന്ന് പറയുന്ന 6 മെറ്റബോളൈറ്റ്സ് ഒക്കെ പ്രകൃതിയിൽ പല സ്ഥലത്തും പോയിട്ടിരിക്കുകയാണ്. നമ്മൾ പോയി പ്രാർത്ഥിക്കുകയാണ്, എന്ത്, നമുക്ക് ഇതിലൊക്കെ കുറച്ച് കിട്ടണേ, അല്പം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കിട്ടിയാലോ, കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അകത്ത് ചെന്നാൽ ഇത് ദഹിക്കണം, അതിന് അഗ്നി വേണം, അഗ്നിയുടെ സമ്പന്നതയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി അഗ്നിയോട് പ്രാർത്ഥിക്കാം എന്ന് വേദത്തിലുണ്ട്. അഗ്നിം സദാ രക്ഷേത് എന്നൊക്കെ പറയും. ഈ എപ്പോഴും രക്ഷിക്കേണ്ട വസ്തു, സൂക്ഷിക്കേണ്ട വസ്തു കൈവിട്ടു പോവും. സൂക്ഷിച്ചില്ലെങ്കിൽ ഏത്, അഗ്നി. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകുന്നൊരു സാധനമാണ് അഗ്നി. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് അഗ്നിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കമ്മിങ് ബാക്ക് ടു അപേക്ഷിക്കാം, എന്ത്, ഈ പ്രകൃതിയോട് നമുക്ക് അപേക്ഷിക്കാം. ഈ പ്രകൃതിയിലുള്ള പുഷ്പലതാദികളോടും വൃക്ഷലതാദികളോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, എന്ത്, നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റബോളൈറ്റ്സ് തരണേ. ഒരു മോഡേൺ സയൻസിന്റെ രീതി പറയാൻ, നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റബോളൈറ്റ്സ് തരണേ, കാർബോഹൈഡ്രേറ്റ് തരണേ, പ്രോട്ടീൻ തരണേ, അത് നല്ല കാർബോഹൈഡ്രേറ്റ് തരണേ, അത് ബസുമതി റൈസിലോട്ട് പോകരുതേ, കുത്തരി, നല്ല കുത്തരി ചോറൊക്കെ കഴിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോകരുതേ. അൺഫോർച്ചുനേറ്റ്ലി, വെരി വെരി അൺഫോർച്ചുനേറ്റ്, നല്ല നല്ല കുത്തരിച്ചോറ് കഴിക്കാൻ ഭാഗ്യക്കുറവ് ഉണ്ടാവരുതേ. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണേ. ഏറ്റവും നല്ല വയസ്ഥാപനമായിട്ടുള്ള ഒരു ദ്രവ്യമാണ് ഈ നെല്ലിക്ക. അപ്പൊ നെല്ലിക്ക കഴിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവണേ. അതുപോലെ തന്നെ ഉലുവ കഴിക്കാൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്, എന്താ പറയേണ്ടത്, അമിനോ ആസിഡ്സ്, റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ഇൻ ഉലുവ, പിന്നെ ഫെന്യൂഗ്രീക്ക് എന്ന് പറയുന്നതിന്. സോ നമുക്ക് അതൊക്കെ കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണേ. അങ്ങനെ പ്രകൃതിയിലെ എന്താ സമ്പന്നമായിരിക്കുന്ന ഈ വിഭവങ്ങള് നമുക്ക് കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണം, ഒന്ന്. രണ്ട്, അങ്ങനെ ഭാഗ്യം ഉണ്ടായാൽ മാത്രം പോരാ, അഗ്നിയോട് നമ്മുടെ ശരീരത്തിൽ അഗ്നി വേണ്ടത്ര ഉണ്ടാവുകയും വേണം. എന്നാൽ ഇതൊക്കെയോ ഇനി ഒരു പരിധി വരെ നോക്കിയാൽ നമുക്ക് വേണ്ടി അല്ലേ ഇതൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വരെ തോന്നിപ്പോവും. നാളികേരത്തിനെ കുറിച്ചിട്ടൊരു ശ്ലോകമുണ്ട്, ജലപീതസ്യ കേരസ്യ കഥം തസ്യ ജലം ഭവേത്. വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിൽക്കുന്ന ഈ മരം, ജലപീതസ്യ കേരസ്യ കഥം തസ്യ ജലം ഭവേത്. വെള്ളം കുടിക്കുന്ന, വെള്ളം പച്ചവെള്ളം വലിച്ചെടുക്കുന്ന ഈ കേരവൃക്ഷം, അതിന്റെ നാളികേരം ഇത്ര സമ്പന്നമായത് എങ്ങനെയാണ്? ആലോചിക്കേണ്ടത് ഒരു വിഷയമാണ്. അമൃതം പ്രാകൃതം തസ്മാൽ വൃക്ഷോ രക്ഷതി രക്ഷിത. അപ്പം ജലപീതസ്യ തസ്യ കേരസ്യ ജലം കഥം അമൃതം ഭവേ. അതിന്റെ അന്വയം എടുക്കുകയാണെങ്കിൽ, ജലപീതസ്യ തസ്യ കേരസ്യ ജലം കഥം അമൃതം ഭവേ. എങ്ങനെയാണ് ഇത് അമൃത പോലെ ആയത് അതിന്റെ ജലം? തസ്മാ വൃക്ഷോ രക്ഷതി രക്ഷിത എന്ന് പറയും. പിന്നെ ജലപീതം കേരം വേറൊരു ശ്ലോകമുണ്ട്, പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്ത ശിരസി നിഹിതഭാര നാളികേരാ നരാണാം സലിലമൃതകൽപ്പം ജദ്യുരാജീവനാന്തം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. എന്താ അർത്ഥം? പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്ത. നമ്മള് ഈ നാളികേരം കൊണ്ടുവന്ന വിത്ത് പാകി അതില് ചോട്ടില് കുറച്ച് വെള്ളമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ പ്രഥമ വയസി അല്പം വെള്ളം കൊടുത്തപ്പോ ശിരസി നിഹിതഭാര നാളികേരോ നരാണ, അതിന്റെ പിന്നത്തെ 98 വയസ്സും 100 വർഷം ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 80 വയസ്സും ഒരു കേര വൃക്ഷം ഇരിക്കുകയാണെങ്കിൽ, ആദ്യ 80 വർഷവും ശിരസി നിഹിതഭാര, തലയില് ഈ കൊടുത്ത വെള്ളത്തിന്റെ എത്രയോ ഇരട്ടി തലയില് വെള്ളവും താങ്ങിയിരിക്കുകയാണ് മുകളില്.
സലിലം അമൃതകൽപ്പം യദ്യുരാജീവനാന്തം. നമ്മുടെ ആജീവനാന്തം, നമ്മുടെ അല്ല, നമ്മുടെ കുട്ടികളുടെയും ആജീവനാന്തം, നമ്മുടെ കുഞ്ഞുമക്കളുടെയും ആജീവനാന്തം ഈ നാളികേരോദകം അമൃത തുല്യമായിട്ടുള്ള നാച്ചുറൽ ഡ്രിപ്പ് എന്നാണ് പറയുന്നത്. നാളികേരത്തിനെ പറയുന്നത് നാച്ചുറൽ ഡ്രിപ്പ് എന്നാണ്. അപ്പം മായൊന്നും കടത്താതെ ഉള്ള സംഭവം നമുക്ക് കിട്ടും. നഹികൃതമുപകാരം സാധവോ വിസ്മരന്തി. അപ്പം ഈ ഉപകാരം ഒരിക്കലും ആരും കേരവൃക്ഷം മറക്കുന്നില്ല, മഹാത്മാക്കൾ മറക്കുന്നില്ല എന്നൊരു ശ്ലോകം ഇരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ സ്വേദാന്തോദ്ഭിച്ചരായൂദ്ധവതനുപടലി സാഗരദ്വീപ ശൈലവ്യാദീർണ ബ്രഹ്മഗോള പ്രചുര ശതകുലം നിന്നകത്താകമൂലം. ഈ പ്രകൃതിയുടെ ഉള്ളിലാണ് ഇതെല്ലാം. സ്വേദജവും അണ്ടജവും ഉദ്ഭിജവും ഒക്കെ ആയിട്ടുള്ള തനുപടലി, പിന്നെ സാഗരങ്ങള്, ദ്വീപുകള്, ശൈലങ്ങള്, ഈ ബ്രഹ്മഗോളം തന്നെ നിന്നകത്താകമൂലം ആധാരമമ്മേ തവതനു ചരുതല്ലിന്ദ്രജാലം നിനച്ചാൽ ആധേയവും നീ അണുവിലും ആയിത്തേ നിത്യസാന്നിധ്യമൂലം. അപ്പൊ അണുവിലും ഈ ഭഗവതി, ഈ ദേവി കുടികൊള്ളുന്നു. സൃഷ്ടിക്കേകൻ പ്രതിഷ്ഠയ്ക്കൊരുവൻ അതഖിലം സംഭരിപ്പാൻ ഒരാൾ. ഇപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഈ മട്ടിൽ കൂറിട്ടു മൂർത്തിത്രയ ബഹുലതയായ ഇങ്ങുപുത്രർ കത്തിക്കാരൻ ത്രിസൂത്രപ്പണി പണിതഴകോടുള്ളതെല്ലാം മറച്ചിക്കെട്ടി കൂട്ടും ജഗത്കമ്പനിയുടെ മുതലാളത്തി അത്യുദാരേ. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് അത്യുദാരമതിയാണെന്നർത്ഥം. അത്യുദാരമതിയാണ്. ഒരു കമ്പനിയുടെ ഓണ്ടർപ്രണറാണ്, കമ്പനിയുടെ മുതലാളത്തിയാണ്. ആര്? ഈ പ്രകൃതി. ആ കമ്പനിയിൽ ആരൊക്കെയാണ്? നമ്മളൊക്കെ തന്നെയാണ് സ്റ്റാഫ്. ചിലരൊക്കെ മാനേജേഴ്സ്, ചിലരൊക്കെ എന്താ പറയേണ്ടത്, ടാറ്റയും ബിർളയും അങ്ങനെയൊക്കെ ഉള്ളവരെ ചില വലിയ വലിയ മാനേജേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ ചില സൂപ്പർവൈസേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ പോലുള്ള ചില ശിപ്പായിമാരെ കാണാൻ പറ്റും. ഇങ്ങനെ പ്രകൃതിയിൽ പലതരത്തിലുള്ള പിന്നെ റോള് എടുത്തിട്ട് നമ്മളൊക്കെ എടുക്കുന്നു. പക്ഷെ നമ്മൾ റോൾ എടുക്കുമ്പോൾ നമ്മളുടെ ഗോൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഗോള് മനസ്സിലാക്കിയിട്ട് പിന്നെ റോൾ എടുക്കണം. പിന്നെ ആ റോളിൽ ചില ഇനീഷ്യേഷൻസ് നമ്മൾ ചെയ്യണം. പിന്നെ ചില പ്രോജക്ട്സുകൾ ചെയ്യണം. അതിനാണ് ഈ മാനേജ്മെന്റ് ഭാഷയിലെ ഗ്രിപ്പ് എന്ന് പറയും. ഗ്രിപ്പ്, GRIP. നമ്മൾ ഗോള് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം, ഗോൾ മനസ്സിലാക്കണം. പിന്നെ ആ ഗോളിന് പറ്റിയ ഒരു റോളുണ്ട്. ഈ കമ്പനി മുതലാളത്തി നമുക്ക് തന്നിട്ടുണ്ട്, ഈ പ്രകൃതി ദേവി നമുക്ക് തന്നിട്ടുണ്ട്. ആ റോളിൽ കുറെ ഇനീഷ്യേറ്റീവ്സ് ആണ്. ആ ഇനീഷ്യേറ്റീവ്സിൽ നമ്മൾ വളരെയധികം വർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചില പ്രോജക്ട്സ് ഉണ്ടാവണം. GRIP, ഗ്രിപ്പ്. ഇപ്പൊ ഗ്രിപ്പ് ഉണ്ടാവണം, നല്ല ഗ്രിപ്പ് ഉണ്ടാവണം. ഈ പ്രകൃതിയിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവണം. ഗോളും ഇനീഷ്യേറ്റീവ്സും പ്രോജക്ട്സും വെച്ച് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടിയാണ് ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളും ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അപ്പൊ പ്രകൃതിയിലെ ഈ ചെടികളോടും വൃക്ഷങ്ങളോടും മരങ്ങളോടും ഒക്കെ തന്നെ ഒന്നും വേണ്ട. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉള്ള ഒരേ ഒരു ചെടിയാണ് എന്താ, എല്ലാ ഭാഷയിലും അറിയപ്പെടുന്ന ഒരു ചെടി. ഭാഷ വ്യത്യാസം ഇല്ല ആ പേരിന്. തുളസി. അപ്പൊ തുളസി എല്ലാ ഭാഷയിലും ഒരേ ഭാഷയിൽ അറിയാം. ഇന്ത്യയിലെ ഭാഷകളൊക്കെ ഇപ്പൊ ഹിന്ദി ആയാലും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗുജറാത്തി ആയാലും, പിന്നെ അല്ലെങ്കിൽ ബംഗാളി ആയാലും, കന്നഡത്തിലാണെങ്കിലും, തെലുഗിലാണെങ്കിലും, മലയാളത്തിലാണെങ്കിലും ഒക്കെ തുളസിയാണ്. ഇപ്പൊ തുളസി മാതാവ് എന്താ, സർവബാധാപ്രശമനി ആണ്. സർവബാധാപ്രശമനിയാണ് ഈ തുളസി. നമുക്ക് തുളസി വീടിന് ചുറ്റും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാധയും അകത്തോട്ട് കടക്കില്ല. ഇപ്പം കൊതുക് അങ്ങനത്തെ വസ്തുക്കൾ ഒന്നും കടക്കില്ല എന്നർത്ഥം. അപ്പൊ ഒരു വസ്തുക്കളും കടക്കില്ല എന്നർത്ഥം. അപ്പം തുളസി എല്ലാ വീട്ടിലും. പിന്നെ തുളസി ഈ ചെവിയുടെ പുറകിൽ ഇങ്ങനെ വെക്കാം. ഈ ചെവിയുടെ പുറകില് വളരെ 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 സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് ചെവിയുടെ പുറകിലുള്ളത്. ഭയങ്കരമായ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്, ഒരുപാട് അബ്സോർബ് ചെയ്യും.
അപ്പോൾ ഈ തുളസി ചെവിയുടെ പുറമെ വെച്ച് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യും അതിന്റെ ആൽക്കലോയിഡ്സ്. അപ്പൊ നമ്മുടെ ബോഡി കൂളാവും, കാമാവും. പിന്നെ ഒരുപാട് നെഗറ്റീവ് വൈബ്രേഷൻസിനെ അത് പ്രിവെന്റ് ചെയ്യും. വീടിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ തുളസി ചൂടുക എന്ന് പറയുന്നു. പിന്നെ ചന്ദനം, ഇപ്പം നമ്മൾ പറയുന്നത് പീനൽ ബോഡിയുടെ മുമ്പിൽ നമ്മൾ ചന്ദനം തൊടും. ഇപ്പൊ ചന്ദനം അരച്ച് അങ്ങനെയൊക്കെ വേണം. നമ്മളിപ്പോ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചന്ദനം അത് വേണ്ടത്ര ശുദ്ധമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഏതായാലും വേണ്ടത് എന്താണ്, നമ്മളുടെ ഇല്ലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ചെയ്യുന്നത് പിന്നെ ചാണകം ഉണ്ടാവും, ചന്ദനം അരയ്ക്കുക, രാവിലെ ചന്ദനം അരക്കുക, ഭഗവാനെ തൊടിയിക്കുക, മിച്ചമുള്ള ചന്ദനം നമ്മളും തൊടുക. ഇതാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ച് ആദ്യം ആത്മാരാധന വേണം, പിന്നെയാണ് മൂർത്തി പൂജ. അവനവനെ ശുദ്ധി ചെയ്യണം, അവനവന്റെ ശരീരം മനസ്സും ശുദ്ധി ചെയ്തിട്ട് വേണം പൂജയ്ക്കിരിക്കാൻ. അത് പൂജാവിധിയുടെ ഭാഗം എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും നമ്മള് ഭസ്മവും, സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞു, ഭസ്മം അങ്ങോട്ട് നമ്മളെ കവചം ഉണ്ടാക്കുകയാണ്. ആദ്യം ഒരു വലിയൊരു കവചം സൃഷ്ടിക്കുകയാണ് ഭസ്മം തൊട്ടിട്ട്. അതും സർവ്വസന്ധികളിലും ഭസ്മം അങ്ങോട്ട് ധാരാളം വാരിപ്പൂശുക. അങ്ങനെ വാരിപ്പൂശി കഴിയുമ്പോൾ അല്ലെങ്കിൽ നെറ്റിയിലും ഒക്കെ ഭസ്മം കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ബാധ ഉണ്ടാവില്ല. എന്താണ് ഭസ്മം? അതും പ്രകൃതി തന്നെ. എന്താ, നല്ല ചാണകം എടുത്ത് എന്താ കരിച്ചെടുക്കുകയാണ് ഈ ഭസ്മം എന്ന് പറയുന്നത്. അപ്പം ഭസ്മത്തിന്റെ ഗുണങ്ങള് ഇപ്പം പഞ്ചഗവ്യത്തിന്റെ പറഞ്ഞു തുടങ്ങിയാൽ ഈ ക്ലാസ് ഇവിടെ ഒന്നും അവസാനിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമയവും കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അനുവദിച്ച സമയം 45 മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ തന്നെ തുടർന്ന് ഒരു ക്ലാസ്സും കൂടെ ആവാം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പ്രധാന വിഷയം ഈ ചെറിയ ചെടികള്, തുമ്പ അല്ലെങ്കിൽ തൊട്ടാവാടി, അധികം കേട്ടിട്ടില്ല. ചെടികള്, ആ ചെടികളെ കുറിച്ചിട്ട്, ആ ഔഷധ ചെടികളെ കുറിച്ചിട്ട് വേറെ നമുക്ക് ഒരു ക്ലാസ് ഉണ്ട്. ഏതായാലും ആരോഗ്യവും ചെടികളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. ഇപ്പുറത്ത് നമ്മളുടെ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത, ആരോഗ്യവുമായിട്ട് പ്രശസ്തമല്ലാത്ത ചെടികൾ പറയുന്നുണ്ട്. പിന്നെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച ഒരു ദശപുഷ്പങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ശരിക്കും നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഇപ്പുറത്തൊരു എന്താ പറയേണ്ടത്, നിത്യ ഉപയോഗത്തിലുള്ള ചില മരുന്നുകളുടെ പ്രാധാന്യവും അതിൻ്റെ ഗുണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വളരെ വിപുലമായ ഒരു ശ്രേണി തന്നെ ഈ വിഷയത്തിലുണ്ട്. ആ വിഷയത്തിലോട്ടുള്ള ഒരു ആമുഖമായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആമുഖമായി എന്ന് തോന്നുന്നു. കുറെ വിഷയങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു വെക്കാൻ ഈ ഒരു സത്സംഗം, ഈ ഒരു 45 മിനിറ്റ് സഹായിച്ചെങ്കിൽ ഞാൻ വളരെയധികം ധന്യനായി. ഏതായാലും സാധുക്കൾക്കിടയിൽ കുറച്ചു സമയം നിത്യം കഴിച്ചും കൊടും ക്രോധത്താൽ അലിവറ്റതായ പെരുമാറ്റം ഭവിക്കാതെയും ശോധിക്കും രുചയും പരാജയവും എൻ ശാന്തി പ്രസാദങ്ങളെ ബാധിക്കാതെയും എന്റെ ജന്മം അവസാനിക്കണമേ ദൈവമേ. സാധുക്കൾക്കിടയിൽ കുറച്ചു സമയം നിത്യം കഴിച്ചും. അപ്പം നിത്യം നിങ്ങളെ പോലെയുള്ള മഹതികളുടെ മുമ്പിൽ, മഹാന്മാരുടെ മുമ്പിൽ കുറച്ചു സമയം കഴിക്കാൻ സാധിച്ചാൽ അതിൽ കൂടുതൽ പുണ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ഈ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മളുടെ മുറ്റത്തെ ചെടികളോടും പൂക്കളോടും വൃക്ഷലതാദികളോടും സംവദിക്കാം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ വിജ്ഞാനപ്രദമായി ആ പ്രകൃതി മാതാവിൻ്റെ സത്മക്കളായി തീരാൻ, ആദരിക്കാനും അനുസരിക്കാനും ആനന്ദിക്കാനും ഉള്ള ഗരിമ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ലഹിമയിൽ കൂടി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ദാരിദ്ര്യം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന സന്ദേശം പകർന്നു തന്ന്
അഭയവരദായിനിയായ പ്രകൃതി മാതാവിനെ അനുസരിക്കാനുള്ള പ്രചോദനം നൽകുന്ന വളരെയധികം വിജ്ഞാനപ്രദമായ മഹത് വചനങ്ങൾക്ക് ഈ സത്സംഗ സമിതിയുടെയും ഓരോ സജ്ജനങ്ങളുടെയും പേരിലും സ്വന്തം പേരിലും നന്ദി, നമസ്കാരം. പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്ത ശിരസി നിഹിതഭാര നാരികേലാ നരാണാം ദദതി ജലവനൽപാസ്വാദമാജീവിതാന്തം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നന്ദി, കടപ്പാട് എല്ലാം ഡോക്ടറുടെ സന്മനസ്സിന് മുമ്പിൽ സമർപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ച. സമയത്തിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു, അത് മനഃപൂർവ്വമല്ല. എന്നാലും നേരത്തെ തന്നെ ഈ പങ്കെടുത്ത ഓരോരുത്തരെയും അത് അറിയിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഇനി തുടർന്ന് നമുക്ക് സംശയ നിവാരണത്തിനുള്ള സമയമാണ്. ഹരി ഓം.